ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ പറഞ്ഞതനുസരിച്ച് വിക്രം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞു വരികയാണ്. അതിനുശേഷം ശയന പ്രദക്ഷിണം ചെയ്യിക്കുകയാണ് വിക്രമിനെ കൊണ്ട്. അപ്പോൾ കുറേ വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദ പറഞ്ഞ വഴിപാടുകളൊക്കെ വിക്രം ചെയ്യുന്നുണ്ട്. കാര്യം അമ്പലത്തിൽ വെച്ചിട്ട് വേറെ ഒന്നും പറയാൻ തോന്നില്ല. അവസാനം വേദ പറഞ്ഞ വഴിപാടെന്ന് പറയുന്നത് വിക്രമിനെ കൊണ്ട് മാല ഇടിയിപ്പിക്കുകയാണ് ശബരിമലയ്ക്ക് പോകാനായിട്ട്. അത് കേൾക്കുമ്പോൾ വിക്രമും ഞെട്ടിപ്പോകും, നന്ദിനിയും ശ്രീജ ഒക്കെ ഞെട്ടിപ്പോകുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം ഇവരാരും അറിഞ്ഞിട്ടില്ല. വേദ മാത്രമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. വിക്രമും അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ വിക്രമിനാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കാതെ നിവർത്തിയില്ല. കാരണം അമ്പലനടയിലായതുകൊണ്ട് വേറെ ഒന്നും പറയാതെ വിക്രം മാലയിടാണ് കേട്ടോ. അപ്പോൾ നന്ദിനിക്കൊക്കെ ആകെ കുശുമ്പ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വേദ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. പക്ഷേ വിക്രമിന് ഒരു കുറച്ച് നാളത്തേക്ക് ഈ തെറ്റായ വഴിയിലൂടെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കേട്ടോ. അങ്ങനെ വിക്രം തിരികെ വേദനയോടൊപ്പം തന്നെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വലിയൊരു ഭക്തി എന്നുള്ള രീതിയിലേക്കൊന്നും ഇല്ലെങ്കിലും വിക്രം വേദ പറഞ്ഞതനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ മാഷും കമലമൊക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. വിക്രം മാലയിട്ട് സ്വാമിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റമായിട്ട് അവർക്ക് തോന്നുകയാണ്. അപ്പം എന്തായാലും കമലാമ്മനോട് വേദ പറയുന്നുണ്ട്, മാല ഇട്ടിരിക്കുന്ന സമയത്ത് വിക്രം എന്തായാലും ശ്രീനിവാസൻ എന്ത് പറഞ്ഞാലും അനുസരിക്കൂല അമ്മയെന്ന് പറയാൻ. അപ്പോൾ അവർക്കത് സന്തോഷമാവാൻ കേട്ടോ വിക്രം മാല ഇട്ട് വരുമ്പോൾ.